ഹൈ ഡിയേഴ്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട തിയറീസൊക്കെ ഡിസ്കസ് ചെയ്തു. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, അതിൻ്റെ ഫോർമാറ്റ്, എന്താണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ ഫോർമാറ്റ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, ദെൻ ഏതാനും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്ലാസ്സിലൂടെ ആ ഒരു ഭാഗത്തിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ഒരു പേപ്പറിൽ പ്രോബ്ലം എസ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നിരുന്നാലേ ഈ പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫ്രം ദി ഫോളോവിങ് ബാലൻസസ് പ്രിപ്പയർ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് മിസ് സാംസൺ ട്രേഡേഴ്സ് ആസ് ഓഫ് 31st March 2023. താഴെ നൽകിയുള്ളത് കുറച്ച് ബാലൻസാണ്, അതായത് ട്രയൽ ബാലൻസാണ്. അത് വെച്ചിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് ചോദ്യം വരിക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ രണ്ട് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ തയ്യാറാക്കേണ്ടത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ആണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒന്ന് ടാലി ചെയ്ത് നോക്കുക, ടോട്ടൽ ചെയ്ത് നോക്കുക, രണ്ടും ഈക്വൽ അല്ലേ നോക്കുക. അപ്പോൾ ട്രയൽ ബാലൻസ് ഈക്വൽ ആണെങ്കിൽ നമ്മളുടെ ബാലൻസ് ഷീറ്റ്, ഫൈനൽ ബാലൻസ് ഷീറ്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ നമ്മൾ എന്തെന്നെ ചെയ്തിട്ടുണ്ട് കാര്യമില്ല, നമ്മുടെ ചോദ്യം ശരിയാവില്ല. അപ്പോൾ ആദ്യം അതെന്ത് ചെയ്യുക, ഒന്ന് ടാലി ചെയ്ത് നോക്കുക. ദെൻ ഇവിടെ ഒറ്റ അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്, ദാറ്റ് ഈസ് ക്ലോസ് സ്റ്റോക്ക്. ഓക്കെ അല്ലോ. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓരോ ഐറ്റംസ് പറഞ്ഞുള്ള പ്രോബ്ലത്തിൽ നിന്ന് പറയാം. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ് സാംസൺസ് ആസ് ഓൺ 31st March 2023. അപ്പോൾ ഹെഡിങ് എല്ലായ്പ്പോഴും ഇതേ രീതി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഹെഡിങ് ഒക്കെ എല്ലാവരും നിർബന്ധമായിട്ടും എങ്ങനെയാണ് ഹെഡിങ് കൊടുക്കണം നോക്കുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ് സാംസൺ ആസ് ഓൺ, ഡേറ്റും നിർബന്ധമായിട്ടും കൊടുക്കണം. ദെൻ അല്ലേ, ഇവിടെ DRും ഇവിടെ CRും ഓക്കെ അല്ലോ, അതും കൂടി നൽകണം. ദെൻ പർട്ടിക്കുലേഴ്സ് വരും, എമൗണ്ട് വരും, പർട്ടിക്കുലേഴ്സ് വരും, എമൗണ്ട് വരും. നമ്മൾ എപ്പോഴും നല്ലത് ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ്. ഈ ഒരു ക്രെഡിറ്റ് സൈഡ് തുടങ്ങാം. ആദ്യം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ട് നോക്കുക. ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും എന്തുണ്ടായിരിക്കുക, സെയിൽസ് ഉണ്ടായിരിക്കുക അല്ല. ഇവിടെ സെയിൽസ് എന്തുണ്ട്, 2,45,000. അതിവിടെ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, 2,45,000. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി സെയിൽസിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറക്കണം. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ നോക്കുക, റിട്ടേൺസ് ഉണ്ടോ. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ സെയിൽസ് റിട്ടേൺ എവിടെ ഉണ്ടാവുക, ഡെബിറ്റ് സൈഡിലുണ്ടാവുക. എവിടെ റിട്ടേൺസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ സെയിൽസ് മാത്രമേ വരുള്ളൂ. ദെൻ പിന്നീട് ഒരു ഐറ്റംസും കൂടിയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക, അത് ക്ലോസ് സ്റ്റോക്കാണ്. ക്ലോസ് സ്റ്റോക്ക് എത്രയാണ് അല്ലേ, 8,000 ആണ്. അപ്പോൾ ട്രേഡിംഗ് കൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ഐറ്റംസേ ഉണ്ടാവുള്ളൂ, ഒന്ന് സെയിൽസും മറ്റൊന്ന് ക്ലോസ് സ്റ്റോക്കും. സെയിൽസിൽ നിന്ന് റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഡെബിറ്റ് സൈഡ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ഉള്ള സ്റ്റോക്കാണിത്. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, 20,000. അപ്പോൾ ആ 20,000 ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ പർച്ചേസ്
1,90,000 അത് കാണിക്കണം. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ ഉണ്ട്? ക്യാരേജ് ഓൺ പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ഡയറക്റ്റ്ലി ഒരു സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ചുമട്ടുകൂല. അതുപോലെ തന്നെ വേജസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്യാരേജ് ഓൺ പർച്ചേസ്, വേജസ്. അതെന്ത് ചെയ്യുക? അവിടെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്യാരേജ് ഓൺ പർച്ചേസ്, വേജസ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പോൾ ഏത് സൈഡിലാണ് കൂടുതൽ നോക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, പൊതുവെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത് ഒരുവിധം മിക്ക ചോദ്യങ്ങളും. ഈ ഒരു ചോദ്യത്തിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ? ഇവിടെയാണ് കൂടുതൽ വരുന്നത്. വലിയ സംഖ്യകളൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വരുന്നത് 2,66,500 2,66,500 രണ്ട് സൈഡിലും ഇടുക. അപ്പോൾ ഇവിടെ എത്ര കമ്മിയുണ്ട് അല്ലേ? അപ്പോൾ ഈ സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും 13,500. അപ്പോൾ ഈ സൈഡ് കൂടുതൽ വെച്ച് ഇവിടെ ബാലൻസ് വരിക, അപ്പോൾ പ്രോഫിറ്റും. ഈ സൈഡിലാണെങ്കിൽ ഇവിടെ ബാലൻസ് വരിക, അപ്പോൾ 13,500. ഈ 13,500 എന്താണ്? ബാലൻസ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് ഇത് സോൾവ് ചെയ്ത് കാണാൻ നോക്കട്ടോ. ജസ്റ്റ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ 13,500 കിട്ടി. ലോസ് ആണ്, പ്രോഫിറ്റ് അല്ല. അത് നമ്മൾ നേരെ ഇങ്ങോട്ട് എഴുതി അല്ലേ? ഗ്രോസ് ലോസ് 13,500. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കാം, എന്തെങ്കിലും ഇൻകംസ് ഉണ്ടോ? ഇൻകംസ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക അല്ലേ? ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്, ബിൽസ് പേബിൾ ലാബിലിറ്റി ആണ്, ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിൽ എടുക്കുക. ഇതൊക്കെ എന്തിനാണ്? ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ എന്തില്ല? ഒരു ഇൻകംസും ഇല്ല. അപ്പോൾ ഇവിടെ ഒറ്റൊരു ഇൻകംസും കൂടി ഇൻകം സൈഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സ്പെൻസ് സൈഡിൽ അല്ല, അതായത് ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ടെന്നാണ്. ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ട് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം അല്ലേ? ഇവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്, സൺഡേ എക്സ്പെൻസ് ആണ്, റെൻ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ല, 3 എക്സ്പെൻസ് ആണുള്ളത്. പോസ്റ്റേജ്, സൺഡേ എക്സ്പെൻസ്, റെൻറ്റ്. പോസ്റ്റേജ്, സൺഡേ എക്സ്പെൻസ്, റെൻറ്റ്. അതിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തു. ഇവിടെ 20,000 കിട്ടി. ഇപ്പോൾ നെറ്റ് ലോസാണ് വരിക. ഇവിടെ ഐറ്റംസ് ഒന്നും ഇല്ല, നെറ്റ് ലോസ് 20,000 കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഈ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കും. എന്തായിരിക്കും ക്രെഡിറ്റ് സൈഡിൽ? ഒന്നില്ലെങ്കിൽ ഇൻകം, അല്ലെങ്കിൽ ലാബിലിറ്റി. ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഒന്നില്ലെങ്കിൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും. ഇനി നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടുള്ളത്. ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ബാലൻസ് ഷീറ്റ് ഹെഡിങ് കൊടുക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2023 അല്ലേ? ലാബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ആദ്യം ലാബിലിറ്റി സൈഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ക്യാപിറ്റലാണ്. ലാബിലിറ്റി സൈഡിൽ ഫസ്റ്റ് എടുക്കേണ്ടത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഉണ്ടാവുക ക്രെഡിറ്റ് സൈഡിലാണ്. ക്യാപിറ്റൽ ഇവിടെ 2 lakh ആണ്. ക്യാപിറ്റൽ എത്രയാണ്? 2 lakh ആണ്. ഈ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാവാണ്ട്. എന്താണ് നെറ്റ് പ്രോഫിറ്റ് ആഡ്? ഇവിടെ നമുക്ക് എന്താണ് നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് ലോസ് ആണ്. അതുകൊണ്ട് അത് ലെസ് ചെയ്യാം. നെറ്റ് ലോസ് ലെസ് ചെയ്യാം. ഇനി നോക്കേണ്ടത് ചോദ്യത്തിൽ ഡ്രോവിങ്സ് ഉണ്ടോ എന്നാണ്. ഡ്രോവിങ്സ് ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക അല്ല? ഡ്രോവിങ്സ് ഉണ്ട്. ഡ്രോവിങ്സ് എത്രയാണ്? ഡ്രോവിങ്സ് 9,000 രൂപയുണ്ട്. ആ 9,000 ലെസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നെറ്റ് ലോസ് ആയതുകൊണ്ടാണ് ലെസ് ചെയ്തത്. അപ്പോൾ 2,00,000 നിന്ന് 20,000 രൂപയും 9,000 രൂപയും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,71,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 1,71,000. അപ്പോൾ ഇത് ഇന്നർ കോളത്തിൽ ചെയ്യണം. ഈ ഒരു ഭാഗം നമ്മൾ ഇന്നർ കോളത്തിൽ ചെയ്യണം. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ
എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ഡ്രോവിങ്സും ലെസ് ചെയ്യുക. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് അല്ല നോക്കുക. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. അത് രണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്യുക അല്ലേ. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ രണ്ടും ലാബിലിറ്റി ആണ്. അപ്പോൾ ഏത് സൈഡ് കഴിഞ്ഞു? നമ്മുടെ ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും കഴിഞ്ഞു. അപ്പോൾ ലാബിലിറ്റീസ് ഒന്നുമില്ല. നമ്മൾ സെയിൽസ് നമ്മളെടുത്തു, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു, ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റീസ് ആയിട്ട് എടുത്തു, ബിൽസ് പേയബിളും ലാബിലിറ്റീസ് ആയിട്ട് എടുത്തു, ക്യാപിറ്റലിൽ എന്ന രീതിയിലും ട്രീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അസറ്റ് സൈഡ് ചെയ്യാം. അസറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ഫിക്സഡ് അസറ്റ് ഉണ്ടോ നോക്കുക അല്ലേ. ഫിക്സഡ് അസറ്റ്, ഇപ്പോൾ ഇവിടെ മെഷീനറി ഉണ്ട്. മെഷീനറി എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. 1,00,000. ആ 1,00,000 ഇവിടെ റെക്കോർഡ് ചെയ്യാം. മെഷീനറി 1,00,000 റെക്കോർഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് അസറ്റുകൾ നോക്കുക. അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഫർണിച്ചർ ഉണ്ട് ഫിക്സഡ് അസറ്റായിട്ട് 35,000, അത് റെക്കോർഡ് ചെയ്യണം. ദെൻ പിന്നീട് ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്, ക്യാഷ്, ബാങ്ക്, പിന്നെയുള്ള ഐറ്റംസ് അല്ലേ ഡെപ്റ്റേഴ്സും ഉണ്ട്. ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ് അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാം. ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ് അല്ലേ. ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്. ഇനി ലാസ്റ്റ് ശ്രദ്ധിക്കുന്ന ഐറ്റം നമ്മൾ പറഞ്ഞിരുന്നു ക്ലോസ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് രണ്ട് സൈഡിലാണ് എടുക്കുക. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൽ ആസറ്റ് സൈഡിലും. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് എന്താണ്? കറണ്ട് അസറ്റാണ്. അതും ചെയ്യാം. എന്നിട്ട് ടാലി ചെയ്ത് നോക്കുക. നമുക്ക് ആൻസർ എത്ര കിട്ടും? 1,85,000 കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടിലും ഇതുപോലത്തെ ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിൽ എന്താ വന്നിട്ടുള്ളത്? നെറ്റ് ലോസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് കൂടി നോക്കാം. ഓക്കെ ആണല്ലോ. നമുക്കൊരു മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ഇവിടെ ശ്രദ്ധിക്കട്ടോ. The following trial balance of Thomas as on 31st March 2024 prepared trading and profit loss account and balance sheet as on 31st March 2024. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസാണ് നൽകിയിട്ടുള്ളത്. ആ ട്രയൽ ബാലൻസ് വെച്ചിട്ട് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, രണ്ടിൻ്റെയും ടോട്ടൽ 74,000 വരുന്നുണ്ട്. ഓക്കെ അല്ല. ഇവിടെ ഒരു 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കട്ടോ, നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് ഒറ്റ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് ഏതാണ്? ക്ലോസ് സ്റ്റോക്കാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് അഥവാ ചോദ്യം വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കൂടുതൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. എന്തിനു മാത്രം കൊടുക്കുക? ക്ലോസ് സ്റ്റോക്കിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുള്ള ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പക്ക സിമ്പിളായിട്ട് തോന്നും. ഓക്കെ. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്കാണ് 18,000. 2 സൈഡിലാണ് എടുക്കുകയെന്ന് പറഞ്ഞു. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും മറ്റൊന്ന് ബാലൻസ് ഷീറ്റിൽ ആസറ്റ് സൈഡിലും. വേജ് ഔട്ട്സ്റ്റാൻഡിങ്, വേജിൻ്റെ കൂടെ കൂട്ടുക. ഔട്ട്സ്റ്റാൻഡിങ് വേജ് എന്താണ്? ലാബിലിറ്റി ആണ്. കറണ്ട് ലാബിലിറ്റി ആണ്. നല്ലോണം ശ്രദ്ധിക്കുക. ദെൻ സാലറി പ്രീപെയ്ഡ്, സാലറി മുൻകൂട്ടി കൊടുത്തത്. പ്രീപെയ്ഡ് ആണെങ്കിൽ സാലറിയിൽ നിന്ന് ആ 300 കുറക്കുക. ദെൻ പ്രീപെയ്ഡ് സാലറി എന്താണ്? അസറ്റ് ആണ്. ദെൻ 5% ഡെപ്റ്റേഴ്സിൻ്റെ 5% ബാഡ് ഡെപ്റ്റ് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ 5% കാണുക. അത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അസറ്റിൽ നിന്ന്, ആ ഡെപ്റ്റേഴ്സിൽ നിന്ന് ആ എമൗണ്ട് കുറക്കുകയും ചെയ്യുക. ദെൻ ഡിപ്രിസിയേഷൻ 10% ഫർണിച്ചറിൻ്റെ 10% ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കാണിക്കുക. അതുപോലെ തന്നെ ആ ഫർണിച്ചറിൽ നിന്ന് എന്ത് കൊടുക്കുക? ആ ഒരു എമൗണ്ട് കുറക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. ചോദ്യം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഹെഡിങ് കൊടുക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് തോമസ്.
ആസ് ഓൺ 31 മാർച്ച് 2024. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ആദ്യം സെയിൽസ്. ഫസ്റ്റ് സെയിൽസ് എത്രയാണ്? സെയിൽസിൻ്റെ എമൗണ്ട് വരുന്നത് 42,000 ആ 42,000 റെക്കോർഡ് ചെയ്യുക. റിട്ടേൺസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ അല്ലോ. 42,000 റെക്കോർഡ് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക് 18,000 ആ 18,000 റെക്കോർഡ് ചെയ്യുക അല്ലേ? 18,000 റെക്കോർഡ് ചെയ്യുക. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ചോദ്യത്തിൽ 6,000 അത് റെക്കോർഡ് ചെയ്യുക. പർച്ചേസ് എന്തില്ല? റിട്ടേൺസ് ഇല്ല. പർച്ചേസിന് എന്തില്ല? റിട്ടേൺ ഇല്ല. പർച്ചേസ് റെക്കോർഡ് ചെയ്തു. ദെൻ വേജസ് ആണ്. ഇപ്പോൾ വേജസ് ഇവിടെ ഉള്ളത് എത്രയാണ്? വേജസ് അല്ലേ? ഇവിടെ 3,000 വേജസ് ഉള്ളത്. 3,000 വേജസ് ഉള്ളത്. ആ 3,000ൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? ഔട്ട്സ്റ്റാൻഡിങ് വേജ് 500 അപ്പോൾ 3,000 പ്ലസ് 500 3,500. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുക, ഈ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അത് കൂട്ടിക്കഴിഞ്ഞാൽ 60,000 എന്ന് കിട്ടും. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് എന്ത് ചെയ്യുക? അതിൽ നിന്ന് കുറക്കുക. അങ്ങനെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 24,500 കിട്ടും. 24,500 എന്ന് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് നേരെ ഇങ്ങോട്ട് എഴുതുക, ബ്രോഡ് ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു എന്തെയ്യുന്നു? ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. ദെൻ ഇനി ക്രെഡിറ്റ് സൈഡിൽ ഏതെങ്കിലും ഇൻകംസ് ഉണ്ടോ നോക്കുക. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഏതെങ്കിലും ഇൻകംസ് ഉണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഏതാണുള്ളത്? കമ്മീഷൻ ഉണ്ട്. ഒരു 2,000 രൂപ 2,000 രൂപ കമ്മീഷൻ ഉണ്ട്. ആ 2,000 രൂപ കമ്മീഷൻ ഇവിടെ കാണിക്കുക. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. 2,000 രൂപയുടെ കമ്മീഷൻ ഇവിടെ കാണിക്കുക. ദെൻ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ നോക്കുക. ഡെബിറ്റ് സൈഡിൽ സാലറീസ് ഉണ്ട്. 4,000 സാലറിയിൽ നിന്ന് 300 എന്തുണ്ട്? പ്രീപെയ്ഡ് ഉണ്ട്. അപ്പോൾ സാലറി എഴുതുക. സാലറി 4,000 300 പ്രീപെയ്ഡ് കൊടുക്കുക. ബാക്കി 3,700. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസ് വരുന്നത് റെൻ്റാണ്. റെൻറ്റ് 3,000 റെൻറ്റ് 3,000 ആ 3,000 റെക്കോർഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അത് മനസ്സിലാക്കുക. ഇനി അവിടെ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ 2 ഐറ്റംസ് കൂടി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ബാഡ് ഡെപ്റ്റ്, മറ്റൊന്ന് ഫർണിച്ചർ. ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് എത്രയാണ്? ഡെപ്റ്റേഴ്സിൻ്റെ 5%. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് എത്രയാണ്? ഡെപ്റ്റേഴ്സ് ഇവിടെ 12,000 12,000ൻ്റെ 5% പറഞ്ഞാൽ അല്ലേ 1,200 പകുതി 600 എന്ന് കിട്ടും. 1,200 പകുതി 600 എന്ന് കിട്ടും. അതിവിടെ കാണിക്കുക. ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 12,000ൻ്റെ 5% ആണ് 600. ദെൻ ഡിപ്രിസിയേഷൻ ഫർണിച്ചറിൻ്റെ 10%. ഫർണിച്ചർ എത്രയാണ്? ഫർണിച്ചർ ഉള്ളത് അല്ലേ? ഫർണിച്ചർ 5,000 5,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 500 രൂപ. ഓക്കെ അല്ലോ. നമ്മൾ ഈ സൈഡാണ് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ കൂട്ടിയിട്ടു. 26,500. ഇത്രയും ബാലൻസ് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും 18,700. ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞു. നമ്മൾ സോൾവ് ചെയ്ത് തന്നെ നോക്കണം. കാൽക്കുലേറ്റർ എടുത്തിട്ട് സോൾവ് ചെയ്തിട്ട് നോക്കണം. എന്നിരുന്നാലേ കൃത്യമായിട്ട് പഠിയുള്ളൂ. ഓക്കെ അല്ലോ. ഇനി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം നമ്മൾ ക്യാപിറ്റൽ എടുക്കുക അല്ലേ? ക്യാപിറ്റൽ എത്രയാണ്? ചോദ്യത്തിൽ ക്യാപിറ്റൽ 22,000 22,000 ആ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ഡ്രോവിങ്സ് ഇല്ല. ചോദ്യത്തിൽ എന്തില്ല? ഡ്രോവിങ്സ് ഇല്ല. ഡ്രോവിങ്സ് ഉണ്ട്, ഇത് ചെയ്യണം, അത് കുറക്കണം. ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ മറക്കണ്ട, അത് കുറക്കണം. അപ്പോൾ 40,700 കിട്ടും. ദെൻ ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ട്? ക്രെഡിറ്റേഴ്സ് 8,000 രൂപ ഉണ്ട്. 8,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ക്രെഡിറ്റിലൊന്നുമില്ല, നമ്മൾ ബാക്കിലൊക്കെ എടുത്തതാണ്. ക്രെഡിറ്റിൽ 8,000 ഉണ്ട്. ആ 8,000 ക്രെഡിറ്റിൽ കാണിക്കുക. ഓക്കെ അല്ലോ. പിന്നീട് നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഐറ്റംസ് എന്നാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജ് നമ്മൾ പറഞ്ഞിരുന്നു. ആ വേജിൻ്റെ കൂടെ കൂടും ചെയ്യുക, ലാബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യുക. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജ് 500 ഇവിടെ കാണിച്ചു. ഇനി അസറ്റ്
ആദ്യം മെഷീനറി എഴുതി, മെഷീനറിൻ്റെ എമൗണ്ട് എഴുതി, ദെൻ 10,000 രൂപ എഴുതി, ദെൻ ഫർണിച്ചർ 5,000 ആയിരുന്നു, അതിൽ 500 ഡിപ്രിസിയേഷൻ, ബാക്കി 4,500. ദെൻ ക്യാഷ് എത്രയാണ് ചോദ്യത്തിൽ? നമ്മുടെ ചോദ്യത്തിൽ ക്യാഷ് ഉള്ളത് 5,000 രൂപയാണ്, 5,000 റെക്കോർഡ് ചെയ്യുക. ദെൻ ഡെപ്റ്റേഴ്സ് ചോദ്യത്തിലുള്ളത് 12,000 ആണ്. ആ 12,000 നിന്ന് എത്ര നമ്മൾ 600 ആണ് ബാഡ് ഡെപ്റ്റ്. 600 കുറച്ച് കഴിഞ്ഞാൽ 11,400. പിന്നീട് മറക്കണ്ട ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉണ്ടാവുക 18,000. ദെൻ സാലറി പ്രീപെയ്ഡ് അസറ്റാണ് 300 രൂപ. അങ്ങനെ ടോട്ടൽ 49,200 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും എളുപ്പമാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും, 10 മാർക്കും നേടാൻ കഴിയും. ഓക്കെ, താങ്ക് യു.